ഹായ് ഹലോ, ഞാൻ നിംസ്. നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ്, എന്നത്തെയും പോലെ യൂണിവേഴ്സിനോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. രണ്ട് കൈകളും ചേർത്ത് വെച്ച് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആക്കുവാനും നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവാനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് ചുറ്റുമുള്ള എത്ര നെഗറ്റീവ്സ് ഉണ്ടോ അതൊന്നും നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് ആവശ്യമില്ല. ഒന്നിനെയും നമ്മൾ നമ്മുടെ കയ്യിലേക്ക് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി നമ്മുടെ ലൈഫ് മുന്നേറാനായിട്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂണിവേഴ്സിൽ വിശ്വസിച്ച് യൂണിവേഴ്സിൽ പ്രാർത്ഥിക്കണം. ആദ്യം തന്നെ ഒത്തിരി പേര് ഈ സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമോ ഇല്ലയോ എന്നൊക്കെ സംശയിക്കുന്ന ഒത്തിരി എനർജീസിനെ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു സംശയം വേണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. ഇപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലിരിക്കുന്ന പേഴ്സൺസ് ആവാം എങ്കിൽ അവർക്ക് ചുറ്റും നെഗറ്റീവ് എനർജീസ് ഉണ്ടാവില്ലേ? നിങ്ങൾ ഹീലായിട്ടുണ്ടാവാം. ഇപ്പോൾ എൻ്റെ റീഡിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള റീഡിങ്സൊക്കെ കണ്ടിട്ടൊക്കെ നിങ്ങൾ ഹീലായിട്ടുണ്ടാവാം. എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അത്ര കണ്ട് ഹീലായിട്ടുണ്ടാവില്ല. അതിനൊരു സമയവും സന്ദർഭമൊക്കെ യൂണിവേഴ്സ് അവർക്ക് നൽകിയിട്ടുണ്ട്. അതിലേക്ക് അവർക്ക് എത്തുമ്പോൾ നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരും. അതിൽ നിങ്ങൾ സംശയിക്കേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നമുക്കൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല അല്ലേ? നമുക്ക് നമ്മുടെ പേഴ്സൺ നമ്മളിലേക്ക് എത്തും തന്നെ ബിലീവ് ചെയ്താൽ മതി. അത് യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, ഹീലാവുക, മറ്റുള്ളവരോട് ക്ഷമിക്കുക, നല്ല പ്രവർത്തികൾ ചെയ്യുക. അത്രയും കാര്യങ്ങൾ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ട് പോവുക. നിങ്ങൾ ഓരോ ദിവസം ചെല്ലും തോറും നിങ്ങൾ ഹീലായി അത് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്ന ആ നിമിഷമുണ്ടല്ലോ, ആ നിമിഷത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഇരട്ടി മധുരമാണ് നിങ്ങളിലേക്ക് വരുവാൻ പോകുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഈ റീഡിങ് ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളിലേക്ക് ഇത് വാല്യൂഡ് ആയിട്ട് വരും കേട്ടോ. റീഡിങ്ങിലേക്ക് പോകും മുന്നേ എനിക്ക് ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യൂ കേട്ടോ. ഇപ്പോൾ നോ കോൺടാക്ട്സിൽ ഇരിക്കുന്ന സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെപ്പോൾ വരും എന്തുകൊണ്ട് എന്നിൽ നിന്ന് പോയേ എന്നിങ്ങനെ ചിന്തിച്ച് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ദൈനംദിന ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ പോകുന്ന എനർജീസ് ഉണ്ട്. നിങ്ങൾ ചെയ്യാനായിട്ട് ഫുഡ് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ കരിയർ വൈസ് ആണെങ്കിൽ നിങ്ങൾ അതിലൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല. അങ്ങനെ പാടില്ല. നിങ്ങൾക്കൊരു വിശ്വാസം നിങ്ങളിൽ തന്നെ വേണം ആദ്യം തന്നെ കേട്ടോ. കുറച്ച് പേര് എനിക്ക് മെസ്സേജൊക്കെ ചെയ്തിരുന്നു, പേഴ്സൺ എത്തിയിട്ടില്ല മാഡം. പേഴ്സൺ എത്തിയിട്ടില്ലെങ്കിൽ അവർക്ക് ആ സമയമാവണ്ടേ? അവരുടേതായ കാര്യങ്ങളൊക്കെ ഒന്ന് ഹീലായി കളയാനൊക്കെ ഒത്തിരി പേരുണ്ടാവും. നമ്മൾ തെറ്റുകൾ വന്നിട്ട് നമ്മൾ ഹീലായി നമ്മൾ പോസിറ്റീവിനെ അട്രാക്റ്റ് ഒക്കെ ചെയ്ത് നമ്മളിപ്പോൾ ഇരിക്കുകയാണ്. എന്നാൽ അവരങ്ങനെ ആയിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അവർ നിങ്ങൾ സോൾമേറ്റൊക്കെ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ അത്രമേൽ സ്നേഹിക്കുന്നുണ്ടാവാം. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ടൊരു സമയമുണ്ട്. രണ്ട് സൈഡിൽ നിന്നും ഈക്വലായിട്ട് ഒരേ വൈബ് അല്ലെങ്കിൽ ഒരേ എനർജി ആകുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ വരുന്നത്. ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് വ്യത്യസ്ത എനർജി അല്ലേ, എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ സെൽഫ് ലവ് ചെയ്യുക, നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, യൂണിവേഴ്സിനോട് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് പോലെ 3 മുതൽ 3:15 വരെ എണീറ്റ് എത്ര പേര് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ എഫേർട്ട് എടുക്കണം. നിങ്ങൾ അവിടേക്ക് ചെന്നിട്ട് അവരെ എന്താ പറയുക ചേസ് ചെയ്ത് പോകാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് സാധിക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നല്ല ആഗ്രഹം വേണം ഒന്നാമത് തന്നെ. പിന്നെ ചെയ്യാൻ പോകുന്ന കാര്യം നല്ല മനസ്സോടെ വേണം. ഒരാൾക്ക് ദ്രോഹം ചെയ്യുന്നത് പോലെ ആവരുത്. മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒന്നും സാധിക്കാനില്ല അല്ലേ? ഏറ്റവും കൂടുതൽ ആവശ്യം എന്താ? ഒരു മനുഷ്യനെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. നമ്മളാൽ കഴിയുന്ന നന്മ നമ്മൾ ചെയ്യുക, യൂണിവേഴ്സിനോട് ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിക്കുക, നല്ലത് മാത്രം നമ്മുടെ ലൈഫിലേക്ക് വരണമെന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ ആരും വേദനിപ്പിക്കാതെ പരമാവധി ശ്രമിക്കുക. നമ്മൾ മനുഷ്യന്മാരാണല്ലോ, നമുക്കും അങ്ങനെ ദൈവത്തെ പോലെ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പറ്റുന്ന പോലെ, നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യൂ. ആ എഫേർട്ട് യൂണിവേഴ്സ് കാണും. മനസ്സിലാവുന്നുണ്ടോ? യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യും. ഇപ്പോൾ ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പിറ്റേ ദിവസം പറയാണ് സാധിക്കുന്നില്ല മാഡം, സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് സാധിക്കുമോ?
സാധിക്കുമോ? ഇപ്പം എത്ര നാൾ നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷൻ അല്ലേ? എത്ര നാളായിട്ടുണ്ടാവും? ഒരു ദിവസം കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അതിനൊരു സമയമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒരിക്കലും ഒരു കൊച്ചുകുട്ടീനെ പഠിപ്പിക്കുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നിങ്ങളിലൊരാളാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾ ആവശ്യപ്പെടുന്ന കാർഡ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് ചോദിക്കുന്നു യൂണിവേഴ്സിനോട്. യൂണിവേഴ്സ് അതിന് മറുപടി തരുന്നു. ആ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യൂ. ഒരിക്കലും ഒരു സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കുന്ന പോലെ ഒന്നല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഒരു സുഹൃത്തിനെ പോലെയാണ്. നമ്മൾ നമുക്ക് വേണ്ടിയും കൂടി കുറച്ച് ജീവിക്കണം കേട്ടോ. അതുപോലെ ഇതുപോലെ പ്രാർത്ഥിക്കൂ. നിങ്ങൾക്ക് വരുന്നേ, ഞാനാണ് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും. എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഒരു ഡിസ്റ്റൻസ് എപ്പോഴും ആവശ്യമല്ലേ എല്ലാത്തിൽ നിന്നും? ഏത് റിലേഷൻ ആയിക്കോട്ടെ, ഏത് റിലേഷൻ ആയാലും ഡിസ്റ്റൻസ് ആവശ്യമാണ്. അമിതമായാൽ അമൃതം വിഷന്ന് കേട്ടിട്ടുണ്ടോ? അതാണിവിടെ. എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. ഒന്നിനും ചേസ് ചെയ്ത് പോവാതിരിക്കൂ. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരും. ഇതെല്ലാവർക്കും വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ ഈ കാര്യം പറയുന്നത്. കുറച്ച് പേര് എനിക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ അവരെ വേദനിപ്പിക്കാനും വേണ്ടിയിട്ടല്ല പറയുന്നത്. ആ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും ഞാൻ നിങ്ങൾക്കൊരു കൊച്ചു കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ലല്ലോ. ഞാൻ നിങ്ങളുടെ ഒരു സുഹൃത്താണ്, അത്രയേ ഉള്ളൂ. ഒരു ഗൈഡാണ്, അത്രയേ ഉള്ളൂ. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. അത് മനസ്സിലാക്കി മുന്നേറി പോകൂ. നിങ്ങൾക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ടെന്നേ. നിങ്ങളത് അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും ഇത് കേട്ടിട്ട് സീരിയസ് ആയിട്ട് ഇരിക്കണ്ട, ഓക്കെ? എനിക്ക് അങ്ങനെ കേട്ടപ്പോൾ ഒത്തിരി വിഷമായി. എത്തിയിട്ടില്ല മാഡം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാളെ മാത്രം അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ കുറച്ച് പേര്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. ഞാൻ ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ടല്ല കേട്ടോ പറയുന്നത്, അറിയോ? നിങ്ങൾ സമാധാനമായിട്ടിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയേ ഉള്ളൂ. കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വോയിസ് കുറച്ച് പ്രശ്നമാണ്. ഇന്നലെ അത് ഭയങ്കരമായിട്ട് ഇഷ്യൂ ആയി. വോയിസ് നല്ല പ്രശ്നമായി. അതുകൊണ്ടാണ് ഒരു ദിവസം ഞാൻ റെസ്റ്റ് എടുത്തത്. ഇന്ന് ഞാൻ റീഡിങ് ഇടണ്ട വിചാരിച്ചതാണ്. പക്ഷെ എനിക്ക് മെസ്സേജ് വരിക, മാഡം റീഡിങ് ഇടുമോ പറഞ്ഞിട്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ റീഡിങ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തന്നെ കരുതിയത്. 2 ദിവസം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. മെഡിസിനൊക്കെ ചെയ്ത് നമുക്കിങ്ങനെ പേഴ്സണൽ റീഡിംഗ് ഒക്കെ വരുമ്പോഴേ ഒത്തിരി വരുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട്. വോയിസിന് എന്താ പറയുക, എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ വോയിസ് കേട്ടിട്ട് ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്, എൻഡ് ചെയ്യുന്നവരുണ്ട് എന്ന് മനസ്സിലായി. ഒത്തിരി സന്തോഷമുണ്ട് അതിൽ. ഓക്കെ, ഞാൻ ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ടല്ല കേട്ടോ പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്. ഒരു സ്റ്റുഡൻറ്റിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. നിങ്ങളൊക്കെ ഒത്തിരി വലിയ ആൾക്കാരാണ്, എന്നെക്കാളും അറിവും ജ്ഞാനവും എല്ലാം ഉള്ള ആൾക്കാരാണ്. മനസ്സിലാവുന്നുണ്ട്. ഇനി അധികം വലിച്ച് നീട്ടുന്നില്ല. നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന കാർഡ്സിൻ്റെ മീനിങ്സ് അറിയാനാണ് അല്ലേ? അപ്പോൾ നമുക്ക് കാർഡ്സിൻ്റെ മീനിങ്സ് അറിയാനും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുമെന്ന് അറിയാനൊക്കെ നമുക്ക് സമയമായിട്ടുണ്ട്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ ആദ്യത്തെ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓഫ് പെൻറ്റക്കിൾ ആണ്. 2 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്താനായിട്ട് ഒത്തിരി സംശയിച്ചിരുന്നു. ഇവിടെ ചിലപ്പോൾ ഒരു ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ അവരെ കരിയർ ആയിരിക്കാം, അവരെ കൊളീഗ്സ് ആയിരിക്കാം ഒരു സൈഡിൽ നിൽക്കുന്നത്. ഇവിടെ 2 പെൻറ്റക്കിൾ അപ്പുറത്തപ്പുറത്തും കണ്ടില്ലേ? അതെന്ന് പറഞ്ഞത് ഒരു സൈഡ് നിങ്ങളും ഒരു സൈഡ് ഇങ്ങനത്തെ എനർജീസ് ആയിരിക്കാം. അപ്പോൾ നിങ്ങളെ ചൂസ് ചെയ്യണോ അത് ചൂസ് ചെയ്യണോ, നിങ്ങളെ ചൂസ് ചെയ്യണോ അത് ചൂസ് ചെയ്യണോ, അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി ആയിരുന്നു അപ്പോൾ കുറച്ച് കാലമായിട്ട്. മനസ്സിലായി? ഇവിടെ രണ്ടാമത്തെ കാർഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിളാണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്കൊക്കെ അത് അവരുടെ കരിയറാണ്. അവരതിലാണ് ഫോക്കസ് ചെയ്തത്. അവർക്ക് ഏർണിങ്സ് ചെയ്യണം, കുറച്ചും കൂടി കരിയർ വൈസ് നോക്കുമ്പോൾ നല്ല പൊസിഷനിലെത്തണം. അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തതായിട്ട് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 2 ഓഫ് വാൺസ് കാർഡാണ്. 2 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അവർ ഒരു തീരുമാനം എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അവരുടെ മുന്നിൽ 2
വാൺസ് ആണുള്ളത്. അപ്പോൾ ഒരു തീരുമാനമെടുക്കാനായിട്ട് ഒരു സ്റ്റക്ക് എനർജി ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. എന്നാൽ നിങ്ങളിലേക്ക് വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഫ്യൂച്ചറിലേക്ക് വരാനായിട്ട് പ്ലാനിങ് ആണ് അവിടെ നടക്കുന്നത്. സംശയമായിരുന്നു, കരിയർ ഫോക്കസ് ചെയ്ത് പോയി, ഏർണിങ്സ് ഉണ്ടാക്കണമെന്ന് പോയി. ഒരു സൈഡിൽ ഇപ്പം നിങ്ങളും, ഒരു സൈഡിൽ കരിയറും. മനസ്സിലായോ 3 കാർഡിൻ്റെ മീനിങ്? എന്നാൽ അവർ കൂടുതലും ഇപ്പോൾ കരിയറിലൊക്കെ ഒത്തിരി കൂടി ഒരു സ്റ്റേബിൾ ആയിട്ടുണ്ടാവാം, ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഒക്കെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഒരു വാണ്ടിനെ മാറ്റി വെച്ചു, അതവിടെ ഉണ്ട് അവർക്ക്. കരിയർ എന്ന് പറഞ്ഞ സംഭവം അവർക്ക് ഉണ്ട്, ഏർണിങ്സ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൈഡിൽ ഒരു നിങ്ങളെന്ന് പറഞ്ഞ വാണ്ടിനെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഫ്യൂച്ചറാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. എനിക്ക് ഫ്യൂച്ചർ വേണം, എൻ്റെ പേഴ്സണിലേക്ക് എത്തണം, എൻ്റെ പേഴ്സണാണ് എൻ്റെ എല്ലാം എന്ന് ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടായി. ഇന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നിങ്ങളിലേക്ക് വരാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലായോ? അടുത്ത കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മജീഷ്യൻ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേപോലെ തന്നെ അവർ അവിടെ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി പേർക്ക് ഞാൻ പറഞ്ഞല്ലോ, അവർ നിങ്ങളെ ആഗ്രഹിക്കുന്ന ആ സമയത്ത് ഇവിടെ നിങ്ങൾക്ക് സംതിങ് പെട്ടെന്ന് വിഷമം വരും, പെട്ടെന്ന് സങ്കടം അങ്ങനെ വരിക, പെട്ടെന്ന് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വരിക, അല്ലെങ്കിൽ സംതിങ് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരിക. ആ സമയത്തൊക്കെ അവരവിടെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ മജീഷ്യൻ കാർഡ് കാണിക്കുന്നത്. സംശയമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ലേ? ഒത്തിരി പേർക്ക് ചിലപ്പോൾ തണുപ്പായിട്ടാവും അനുഭവപ്പെടുക, അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരും, പാസ്റ്റിലേക്ക് പെട്ടെന്ന് പോവും. മനസ്സിലായോ? അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ആ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത കാർഡ് എന്ന് പറഞ്ഞാലേ പേജ് ഓഫ് വാൺസ് ആണ്. അവരുടെ ഇപ്പോൾ കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ഒന്നും കൂടെ ഒന്ന് എന്താ പറയുക, പ്രോഗ്രസ് കാണിക്കുന്നുണ്ട് അവരുടെ കരിയറിൽ. അവരെന്തെങ്കിലും പഠിക്കാൻ നോക്കുന്നുണ്ടാവാം, എന്തെങ്കിലും ടെസ്റ്റ് എഴുതുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്താ പറയുക ഒന്നും കൂടി അവരുടെ ലൈഫ് ഒത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ എന്താ പറയുക മൂവ് ചെയ്യുന്നൊരു പേഴ്സൻ്റെ എനർജിയോടുകൂടി മൂവ് ചെയ്യുന്നൊരു പേഴ്സൻ്റെ കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. പേജ് ഓഫ് വാൺസ് കാർഡ്. അവർ ഇപ്പോൾ കരിയർ വൈസിൽ എന്തെങ്കിലും ഇപ്പോൾ എന്താ പറയുക പുറത്തേക്ക് പോകാൻ നോക്കുന്ന എനർജീസ് ഉണ്ടാവും, ഒത്തിരി കൂടി നോക്കുന്ന, അതൊക്കെ അവർക്ക് സാധിക്കുന്ന പോലെ. മനസ്സിലായോ? അല്ലെങ്കിൽ ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു മേഖലയിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിലേക്ക് പോകുന്ന ഒരു എനർജി, അത് അവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അവിടെ കാണിക്കുന്നത്. അവർ സന്തോഷത്തിലാണ്, അല്ലെങ്കിൽ മീറ്റിങ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അവർ കരിയർ വൈസ് അവർ ഒത്തിരി മീറ്റിങ്സ്, ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. അത് അവർ ചെയ്തത് അവർ അച്ചീവ് ചെയ്തു, അതിൽ ഹാപ്പിയാണ് അവർക്ക്. അല്ലെങ്കിൽ ഉന്നത മേധാവിയിൽ നിന്ന് അവർക്ക് അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ സന്തോഷം വരില്ലേ നമുക്ക്? അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മാജിക്ക് സംഭവിക്കണം, നിങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നത് കേട്ടോ. അതൊക്കെ കാണിക്കുന്ന കാർഡ്സ്, മുന്നേ കാണിക്കുന്ന കാർഡ്സൊക്കെ അതാണ് മീൻ ചെയ്യുന്നത്. ഇപ്പോൾ അവരുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായോ? അടുത്ത കാർഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് അവർക്ക്. അവരാഗ്രഹിച്ച കാര്യം സംഭവിക്കുന്നുണ്ട്. കരിയർ വൈസ് നോക്കുമ്പോൾ അവർ ഒന്നുകൂടി ടോപ്പിലെത്തിയ ഒരാൾ എങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച്, പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ ദ ഹെർമിറ്റ് കാർഡ്. ആണോ? വിഷമിച്ചിരിക്കുന്നുണ്ടോ? ഉണ്ടാവാം. പുറമേ നോക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ ഒരു മനുഷ്യനെ മനസ്സിലാക്കുമ്പോൾ അവരൊത്തിരി സന്തോഷിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക. എങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെന്താണ് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്, നിങ്ങളെക്കുറിച്ചാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും എത്തണം, അത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് അവർ ത്രെഡ് പിടിച്ചിരിക്കുകയാണ്. ദ സ്റ്റാർ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനായിട്ട് ഒരു ത്രെഡ് പിടിച്ചിരിക്കുകയാണ്, അതിനുള്ള അവസരം നോക്കിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എത്താനായിട്ടുള്ള അവസരമാണ് അവർ നോക്കിയിരിക്കുന്നത്. വെയിറ്റിംഗ് എനർജിയാണ്, ഹോപ്പാണ് കാണിക്കുന്നത്. മനസ്സിലായോ? അവിടെ ഒരു സാധ്യതയുടെ കാര്യമാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് എത്തും, സാധ്യതയെ തന്നെയാണ് കാണിക്കുന്നത്, ഹോപ്പ്. അടുത്ത കാർഡ് എന്ന് പറഞ്ഞാൽ ഫൂളാണ്. എന്താ ഫൂള്? അതൊരു പുതിയ തുടക്കമാണ്. ഇപ്പോൾ എൻ്റെ ആയിട്ട് നിൽക്കുന്ന റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് അവിടെ പുതിയതായി തുടങ്ങാൻ പോകുന്നു. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അവർ തിരിച്ചു വരുന്നു. നിങ്ങളൊരു ഇന്നസെൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. നിങ്ങൾ ആ പേഴ്സണെ ഒത്തിരി സ്നേഹിച്ചിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കിയ ഒരു നിമിഷമാണ് അവർക്ക് നിങ്ങളിലേക്ക് റിയൂണിയൻ വേണമെന്ന ആഗ്രഹം അവരിലേക്ക് യൂണിവേഴ്സായിട്ട് മനസ്സിലാക്കി കൊടുത്തത്. മനസ്സിലായോ?
അപ്പോൾ എന്തിനാ അവർ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളിലേക്ക് എത്താനായിട്ട്? ഇപ്പം എൻ്റെ ഈ അവസ്ഥയിൽ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയാലും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് ഒത്തിരി പേർക്ക് ഇപ്പോൾ ഒരു റീയൂണിയൻ പോസിബിൾ ആണ്. വളരെ അടുത്ത് കിടക്കുക നിങ്ങളുടെ അടുത്ത്. വിത്തിൻ 1 വീക്ക് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ കാണാനും സംസാരിക്കുവാനും നിങ്ങളുടേതായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള ഒരു പുതിയ തുടക്കം തന്നെയാണ് ഇവിടെ ഫൂൾ കാർഡ് കാണിക്കുന്നത്. ഇതുവരെ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ പോലെയല്ല, നല്ലൊരു മാറ്റം തന്നെയാണ് സംഭവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണ് ഇത്രയും നാൾ വേണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾ. എന്നാൽ ഇത്രയും കാർഡ്സ് നോക്കിയിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ പേഴ്സൺ എന്താണ്? ഒരു കിങ്ങിൻ്റെ എനർജിയാണ്. ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ്. അവർ അവരുടെ ജോലി ആയാലും അവരുടെ വീട്ടിലായാലും ലീഡ് ചെയ്യുന്ന പേഴ്സണാണ്, ഉറപ്പാണത്. അവരുടെ കാര്യങ്ങൾ, അവരുടെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു പേഴ്സൺ. ഓഫീസ് സംബന്ധമായി നോക്കുകയാണെങ്കിൽ, ബിസിനസ് സംബന്ധമായി നോക്കുകയാണെങ്കിലും കുറച്ച് പേരെ ലീഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ. ഒരു കിങ് അല്ലെങ്കിൽ ഒരു ക്യൂൻ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ഏത് എനർജി ആവാം, ഇത് ജെൻഡർലെസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾ അതിൻ്റെതായിട്ട് കണക്കാക്കുക കേട്ടോ. കിങ്ങിൻ്റെ എനർജി, തീരുമാനം എടുത്ത് അതിൽ മാറ്റില്ല. ഞാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മാറ്റില്ല എന്ന് അവർ ആ ഒരു എനർജിയിൽ നിൽക്കുകയാണ്. ഇനി നിങ്ങളിലേക്ക് എന്നെയാണ് മടങ്ങി വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. 2 ഓഫ് കപ്പാണ് അടുത്ത കാർഡ്. 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു അത്രയും റൊമാൻറ്റിക് ആയിട്ട്, അത്രയും പാഷനേറ്റ് ആയിട്ട്, അത്രമേൽ നിങ്ങളിലേക്ക് ഓർമ്മകൾ വന്നിട്ട് റീയൂണിയൻ ഫ്യൂച്ചറിൽ നിങ്ങളോടൊപ്പം ജീവിക്കണം, നിങ്ങളാണ് എല്ലാം എന്ന് അവർ ഡിസൈഡ് ചെയ്തു. മനസ്സിലായോ? ഉറച്ച തീരുമാനമാണ്, നിങ്ങളിലേക്ക് വരുന്നു, കൈ കോർത്ത് പിടിച്ചിരിക്കുന്ന എനർജീസാണ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് എത്രയും വേഗം നിങ്ങളുടെ പേഴ്സണായിട്ടുള്ള റീയൂണിയൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മെസ്സേജ് ഒക്കെ വരുന്നതാണ്. അവർ അത്രമേൽ ആഗ്രഹത്തിൽ നിൽക്കുകയാണ്. അടുത്ത കപ്പ് എന്താ? 10 ഓഫ് പെൻറ്റക്കിളാണ്. ഫ്യൂച്ചറിലൊരു നിങ്ങളായിട്ടുള്ള ജീവിതം തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒരു മാരേജ് തന്നെയാണ് കാണിക്കുന്നത്. ഒത്തിരി പേർക്ക് ഇപ്പോൾ ആ ഒരു സമയത്തിലേക്ക് എല്ലാം തീർന്നിട്ട് ആ ഒരു സമയത്തിലേക്ക് എത്തിയ ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഒത്തിരി പേർക്ക് ഫ്യൂച്ചറിൽ ഇത് ഉറപ്പാണ്, നിങ്ങളുടെ പേഴ്സൺ തന്നെയാണെന്ന് അവർ റിയലൈസ് ചെയ്യാണ്. എൻ്റെ പേഴ്സൺ ആണത്, ഇനി എനിക്ക് വേറെ മാറ്റമില്ല. ഞാനിപ്പോൾ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, എന്തൊക്കെ എൻ്റെ ലൈഫിൽ വന്നാലും ഇനി എൻ്റെ കൈ എൻ്റെ പേഴ്സൻ്റെ കൂടെ തന്നെയാണ് ചേർത്ത് വെച്ചിരിക്കുക. ഞാൻ എൻ്റെ പേഴ്സൻ്റെ കൂടെ ഇനി ഫ്യൂച്ചറിൽ മക്കളും അങ്ങനെ ആയിട്ട് ജീവിക്കാൻ പോകുന്നു. ഒത്തിരി സന്തോഷത്തോടുള്ള ഫാമിലി ലൈഫ് തന്നെയാണ് എനിക്ക് യൂണിവേഴ്സ് കയ്യിൽ വെച്ച് തന്നിരിക്കുന്നത്. അത് ഞാൻ കളയില്ല. ഇനി എല്ലാം മനസ്സിലാക്കിയിട്ട് ഞാൻ ഇനി എൻ്റെ പേഴ്സൻ്റെ കൂടെ ജീവിക്കും. ഇത് എൻ്റെ കൈകളല്ല, യൂണിവേഴ്സിൻ്റെ കൈകളാണ് ഈ കാർഡ്സ് എടുത്തത് കേട്ടോ. ആ വിശ്വാസമുള്ളവർ മാത്രം കണ്ടാൽ മതി. നമ്മൾ കാർഡ്സ് ഷഫിൾ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു കാർഡ്സാണ് ഇതിന് താഴെ ഇരിക്കുന്നത്. ഈ കൈകൾ കൊണ്ട് എടുത്ത കാർഡ്സാണ്. വിശ്വാസമുള്ളവർ കാണുക കേട്ടോ. അതെങ്ങനെ എനിക്ക് പറയാൻ തോന്നുന്നു. കുറച്ച് പേരൊക്കെ കുറേ നാളായല്ലോ റീഡിങ്ങിൽ ഇങ്ങനെ പറയുന്നു, എന്തെത്തിയിട്ടില്ലല്ലോ എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്, വിചാരിക്കുന്നവരുണ്ട്. വിശ്വസിച്ചുകൊണ്ട് കണ്ടാൽ മതി, അല്ലാത്തൊരു സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ കേട്ടോ. അങ്ങനെ പറയാനായിട്ട് തോന്നിക്കുകയാണ് എനിക്ക്. ഓക്കെ, സോറി, ഇത് പറയാനായിട്ട് എനിക്ക് എന്തോ പറയാൻ തോന്നി. ഓക്കെ, അടുത്ത കാർഡ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് കാർഡാണ്. സ്ട്രെങ്ത് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ എനർജിയാണ്. ഇത്രയും കാർഡ്സ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളിലേക്ക് വരുന്നു. ഫ്യൂച്ചറിനെ കുറിച്ച് അവർ ഒരു ഉറച്ച തീരുമാനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെങ്ത് കാർഡാണ്. ഇത്രയും കാലം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്താണ്ട് നിങ്ങൾ അത്രമേൽ വിഷമിച്ചിരുന്നു. നിങ്ങൾ കുറേ പേരൊക്കെ ഹീലായിട്ടുണ്ട്. എന്നാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേഴ്സണിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരു സ്ട്രെങ്തൻ എനർജിയാണ്. അതെന്തോ സിംഹത്തിനേക്കാളും സ്ട്രെങ്ത് ആയിട്ട് നിങ്ങൾ നിൽക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുകയാണ്, വരും പോലെ വരട്ടെ, യൂണിവേഴ്സ് എനിക്ക് ആ പേഴ്സണിലേക്ക് എത്തിക്കുമ്പോൾ എത്തിക്കോട്ടെ. എന്നാൽ ഞാനിപ്പോൾ പഴയ ആളൊന്നുമല്ല, എനിക്ക് കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒത്തിരി കറേജ് നേടിയിട്ടുണ്ട്. ഞാൻ പണ്ട് എന്നെ വിട്ടു പോകുമ്പോൾ ഒത്തിരി പാവം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു എനർജി ആയിരുന്നു ഞാൻ. ഇന്ന് ഞാൻ പാഠങ്ങൾ ഒത്തിരി പഠിച്ച് ഇന്ന് എന്നെ ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷനിൽ ഞാൻ നിൽക്കുകയാണ് എന്ന് നിങ്ങളുടെ പേഴ്സണിനോട് നിങ്ങൾ പറയാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്.
അവർ ഇനി വിളിക്കുമ്പോൾ കരയാനും ഒന്നും നിങ്ങൾ നിൽക്കില്ല. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട്, നിങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡ് എന്ന് പറയില്ലേ, നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് പറയും, ഞാൻ ഇത്രയും കാലം ഇങ്ങനെയൊക്കെ വിഷമിച്ചിരുന്നു, ഇന്നതാണ് എൻ്റെ ലൈഫിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാവില്ലായിരിക്കാം. എങ്കിലും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളെന്ന പേഴ്സണെ തന്നെയാണ് ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചത്. നിങ്ങളെന്ന പേഴ്സൺ തന്നെയാണ് എൻ്റെ ലൈഫ് എൻ്റെ വരെ ഉള്ളത്. വേറൊരാളെ ഞാൻ അതുപോലെ സ്നേഹിച്ചിട്ടില്ല. എത്ര കണ്ട് സ്നേഹിച്ചിട്ടുണ്ട്, അതുപോലെ സ്നേഹിച്ചത് നിങ്ങളെ മാത്രമാണ്. എന്നാൽ നിങ്ങൾ എന്നെ ബ്ലോക്ക് ചെയ്ത് പോയപ്പോൾ, എൻ്റെ അടുത്ത് മിണ്ടാതെ പോയപ്പോൾ, അപ്പോഴൊക്കെ ഞാൻ ഒന്നുമല്ലായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ വിശ്വാസമുണ്ട്. യൂണിവേഴ്സിൽ തന്നെ ഞാൻ സറണ്ടറായിട്ട് ഇപ്പോൾ ഒത്തിരി എനർജീസ് എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് കരിയർ വൈസ് ആണെങ്കിലും ഞാൻ നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടുള്ള എനർജീസും ഉണ്ട്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എന്നെ കണ്ടിരുന്നത് മഴ വന്ന് പെയ്തു പോവില്ലേ, മഴ വരാം, അത് പെയ്ത് തോർന്നു പോവാം, വീണ്ടും മഴ പെയ്യാം, വീണ്ടും തോർന്നു പോവാം. നിങ്ങൾ എന്നെ കണ്ടിരുന്നത് അങ്ങനെയായിരുന്നു, ഒരു മഴയെ പോലെ. മഴ വന്നു, പെയ്തു, അതിൻ്റെ ആ സമയമായപ്പോൾ തിരിച്ചു പോയി. നിങ്ങൾ അങ്ങനെയായിരുന്നു, മനസ്സിലായോ? എന്നാൽ ഞാൻ അങ്ങനെയല്ല. ഞാൻ നിങ്ങളെ കണ്ടതും ഞാൻ ഒരു കാറ്റായിരുന്നു. കാറ്റെന്ന് പറയുമ്പോൾ എപ്പോഴും സൈലൻ്റ് ആയിരിക്കാം. ഒരു പരിധി വിട്ട് കഴിഞ്ഞാലാണത് അതിൻ്റേതായ ഒരു എന്താ പറയുക കൊടുങ്കാറ്റായി മാറുന്നത്. എന്നാൽ ഞാൻ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് സൈലൻ്റ് ആയിരുന്നു, ഒരു കാറ്റിനെ പോലെ. എന്നാൽ നിങ്ങൾ പോലും അറിയാതെ ഞാൻ എന്ന കാറ്റ് നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ചുറ്റും എന്തിനും ഏതിനും നിങ്ങളുടെ ഒപ്പം എൻ്റെ സ്നേഹവും എൻ്റെ എല്ലാ കരുതലും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു, ഒരു കാറ്റിനെ പോലെ, ഒരു വിൻഡിനെ പോലെ. ഞാൻ സൈലൻ്റാണ്. ഞാൻ ഒന്നിനും വന്നിട്ടില്ല, ചേസ് ചെയ്യാൻ വന്നിട്ടില്ല, ഒന്നിനും വന്നിട്ടില്ല. എന്നാൽ ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒത്തിരി ടെൻഷൻ വരുമ്പോൾ, നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു തടസ്സം വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ എന്നിലേക്ക് വന്നിരുന്നത്. എന്നാൽ ഞാൻ അങ്ങനെയല്ല. എനിക്ക് ഇതുവരെ നിങ്ങളെന്ന പേഴ്സണലോ എനിക്ക് മനസ്സിലായിട്ടുള്ളത് മഴ എന്നാണ്. വരുന്നു, കാര്യം സാധിക്കുന്നു, പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ടെൻഷൻ വരുമ്പോൾ നിങ്ങൾ വരുന്നു, പോകുന്നു, മഴയെപ്പോലെ. ഞാൻ അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾ പോകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു മഴയല്ലായിരുന്നു, ഞാൻ ഒരു കാറ്റായിരുന്നു, സൈലൻ്റ് ആയിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ചുറ്റും അത് സൈലൻ്റായി തന്നെ ഉണ്ടായിരുന്നു, അത് എവിടെയും പോയിട്ടുണ്ടായില്ല, അല്ലേ? ഇനി ബോട്ടം ഓഫ് ദി ഡെക്ക് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. എന്താണ്? പുതിയ തുടക്കം തന്നെയാണ്. ഇതെത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് പറയുന്നു, നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മടങ്ങി വരുന്നു. ഇത് ഒരു പുതിയ തുടക്കമാവട്ടെ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഒത്തിരി സന്തോഷമുള്ള നിമിഷം തന്നെയാണ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. കുറച്ച് വിശ്വാസത്തോടു കൂടി നിങ്ങൾ ലൈഫ് മുന്നോട്ട് പോകുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രമേൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ ആഗ്രഹം യൂണിവേഴ്സ് കാണാതിരിക്കുമോ? ഇല്ലല്ലോ, കാണും. ആ ആഗ്രഹം സത്യസന്ധമായിരിക്കണം. ആരും വിഷമിപ്പിച്ചുകൊണ്ടാവരുതെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളും നിങ്ങളുടെ പേഴ്സണ് റിയൂണിയൻ ഉണ്ടാകുമ്പോൾ വിഷമിക്കുന്ന എനർജീസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സുകൊണ്ട് പറയണം, യൂണിവേഴ്സ് ഞാൻ കാരണം ആരും വിഷമിക്കാനായിട്ട് ഇടവരുത് എന്ന്. അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ കരങ്ങളിൽ തന്നെ കൊണ്ടുതരും. എല്ലാം പോസിറ്റീവ് കാർഡ്സാണ്, നെഗറ്റീവ് കാർഡ്സ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, റീഡിങ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും എത്രയും പെട്ടെന്ന് റീയൂണിയൻ ഉണ്ടാവട്ടെ, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവട്ടെ, യൂണിവേഴ്സ് അതിന് ബ്ലെസ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നിംസ്.